മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ അവിടെ പോയിട്ട് ആ മാനേജറെ നല്ല പോലെ കൊടുത്തല്ലോ. അതിനുശേഷം മാനേജർ മഞ്ജുവിനെ വിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിവിടെ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തോളൂ, ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മഞ്ജുവിന് സന്തോഷമായിട്ടാണ്. എന്തായാലും മാർക്കോ പോയിട്ട് പണി കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പായി. അതിനുശേഷം സാഗറും മഞ്ജുവും കൂടിയിട്ട് പോവുകയാണ്. പോയതിന് ശേഷം ആ മാനേജറെ കണ്ടിട്ട് സാഗർ ഇങ്ങനെ പറയും, നിങ്ങൾ ഈ ചെയ്തത് ശരിയാണോ എന്നെല്ലാം ചോദിക്കും. സാഗറോടും മഞ്ജുവിനോടും അയാൾ വീണ് മാപ്പ് പറയണം കേട്ടോ. ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും ഒരു തെറ്റും ഉണ്ടാവില്ല. ഇവിടുത്തെ ഏറ്റവും നല്ല പൊസിഷനിലാണ് ഇനി മഞ്ജു അവിടെ ജോലിയെടുക്കുക. മഞ്ജുവിന് ഇപ്പോൾ തന്നെ വേണമെങ്കിലും ജോലിയെടുക്കുക, അത് നാളെ വേണമെങ്കിലും ജോലിയെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. സ്റ്റാഫിൻ്റെ അടുത്തുനിന്നോ എൻ്റെ അടുത്തുനിന്നോ ഒരു തരത്തിലുള്ള വീഴ്ചയും ഇനി മഞ്ജുവിന് സംഭവിക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിനും സാഗറിനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നീട് ആ മാനേജർ പറയുന്നുണ്ട്, മാർക്കോയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇനി മേഘനാഥനും ഇങ്ങോട്ടേക്ക് വരില്ല, മേഘനാഥനും വന്ന് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, കാരണം എനിക്ക് എൻ്റെ ജീവനിൽ മാത്രമേ കൊതിയുള്ളൂ, വേറെ ഒന്നിലും കൊതിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം നാളെ വരാം എന്ന് പറഞ്ഞതിന് ശേഷം മഞ്ജുവും സാഗറും കൂടി തിരിച്ചു വരികയാണ് കേട്ടോ. അതേസമയം ജോലിക്ക് മഞ്ജുവിനെ എടുത്ത കാര്യം മേഘനാഥൻ അറിയണം. മേഘനാഥൻ അവിടെ പോവുകയാണ് കേട്ടോ. മാനേജറോട് ചോദിക്കുകയാണ്, നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത് അവളെ ഇവിടെ ജോലിക്ക് എടുക്കരുത് എന്ന് പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്തുതന്നെയാണെങ്കിലും ശരി, നീ വന്നു കഴിഞ്ഞാൽ മാർക്കോ എന്നൊരാളാണ് വന്നിരുന്നത് എന്ന് നിന്നോട് പറയാൻ പറഞ്ഞു എന്ന് മാനേജർ പറയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥൻ ആകെ സകല വീര്യം ചോർന്നു പോവുകയാണ് കേട്ടോ. പിന്നീട് മേഘനാഥൻ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. അതേസമയം കമലേശ്വരത്ത് മഹാലക്ഷ്മി കണ്ണനെ മാലയിടാൻ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ അതുപോലെ തന്നെ ദുർഗയും ഉണ്ണിയും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ മഹാലക്ഷ്മി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂജാ റൂമിൽ പോവും, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് കാണുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയോട്, ഈ കാലിന് വയ്യാത്തവനെ ഇനി മല ചവിട്ടിപ്പിച്ചിട്ട് ഇനി അതിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് ദുർഗ മഹാലക്ഷ്മിയോട് വളരെ മോശമായിട്ട് പറയണം കേട്ടോ. അത് എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചതാണ്, അത് ദൈവങ്ങളത് എന്തായാലും സ്വീകരിക്കും, അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ കണ്ണേട്ടൻ ചിലപ്പോൾ എഴുന്നേറ്റ് നടന്ന് തന്നെ മല ചവിട്ടും എന്ന് ദുർഗ പറയണം കേട്ടോ. ദുർഗയോട് മഹാലക്ഷ്മി പറയാണ്. അതിനുശേഷം ദുർഗ ഉണ്ണിയോട് പറയാണ്, മോനെ അവൻ മല ചവിട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയും. ഈ ഉന്തുവണ്ടിയും കൊണ്ട് എങ്ങനെ മല ചവിട്ടാനാണ്? അവിടെ പോയിട്ട് എന്തെങ്കിലും ആയിട്ട് വരട്ടെ, അത് നമ്മളെന്തെങ്കിലും ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ, അവരായിട്ട് ദൈവം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു കംപ്ലൈൻറ്റും ഇല്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അവനൊരിക്കലും തിരിച്ചു വരില്ല അമ്മേ, അവൻ അവിടത്തോടു കൂടി കഴിയും, അവൻ്റെ അവസാനത്തെ മല ചവിട്ടലാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ഉള്ളത് കാരണം മാത്രമാണ് തനിക്ക് ഈ ശബരിമലയ്ക്ക് പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും പോകാൻ പറ്റില്ല എന്നിങ്ങനെ കണ്ണൻ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. ഒരു അമ്പലത്തിൽ പോലും താൻ പോകാൻ പറ്റാറില്ല ഇങ്ങനെ വീൽ ചെയറിലിരുന്നതിന് ശേഷം എന്നിങ്ങനെ വിചാരിക്കണം. പിന്നീട് മഹി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തൻ്റെ കണ്ണേട്ടൻ എന്തായാലും ശരി, ഞാൻ കണ്ണനോട് മഹി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞത് ഇന്നൊരിക്കലും പാഴാവില്ല, കണ്ണേട്ട ശബരിമലയ്ക്ക് നടന്നു പോയി വരും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. ഏതായാലും വൈദ്യർ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാസം എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കേട്ടോ. ഒരുപാട് സ്വാമിമാർ കെട്ട് നിറയ്ക്കണം, എല്ലാവരും അങ്ങനെ ഉണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ കണ്ണൻ കെട്ടൊക്കെ നിറച്ചിട്ട് ശബരിമലയിൽ പോയിട്ട് നമ്മുടെ കണ്ണൻ എഴുന്നേറ്റ് തന്നെ 18-ാം പടി ചവിട്ടിയിട്ട് തിരിച്ച് വരും കേട്ടോ. തിരിച്ച് വന്നതിന് ശേഷം നമ്മുടെ മഹാലക്ഷ്മിയായിട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം ജീവിക്കുകയും ആ അമ്മ പറഞ്ഞ പോലെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയും പോവാനാണ് ഈ വൃശ്ചിക മാസത്തിൽ സാധ്യത. ദുർഗയും ഉണ്ണിക്കും ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ നെഞ്ച് നീറിയിരിക്കുകയാണ്.